ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്ന, പേഴ്സണലി DM ചെയ്ത് ചോദിക്കുന്ന കാര്യമാണ് ഓരോ പ്ലേയേഴ്സിൻ്റെയും പ്രോഗ്രഷൻ പോയിന്റ്സ്. സോ നമ്മളിന്ന് നമുക്ക് തന്നെ സ്വന്തമായിട്ട് എങ്ങനെ പ്രോഗ്രഷൻ പോയിന്റ് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിന് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം മാത്രമാണ് ഓരോ ടൈപ്പ് പ്ലേസിനും ഫോർവേഡ് പ്ലേസ്, മിഡിൽ കളിക്കുന്ന പ്ലേസ് അല്ലെങ്കിൽ ഡിഫൻസീവ് ആയിട്ടുള്ള പ്ലേയേഴ്സ്, അവർക്ക് ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗെയിമിൽ വേണ്ട എബിലിറ്റീസ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതറിഞ്ഞാൽ തന്നെ നമുക്ക് പ്ലേസിൻ്റെ പ്രോഗ്രഷൻ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഏത് രീതിയിലുള്ള പ്ലേ ആണ് ആ ഒരു പ്ലെയർ കാഴ്ചവെക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്ലേയിങ് സ്റ്റൈലാണ് പ്ലെയറിൻ്റേത്, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് തന്നെ പ്രോഗ്രഷൻ പോയിന്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്നതാണ്. സോ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അറ്റാക്കിംഗ് പ്ലേസിൻ്റെ അല്ലെങ്കിൽ ഫോർവേഡിൽ കളിക്കുന്ന പ്ലേസിൻ്റെ എബിലിറ്റീസ്, എന്തൊക്കെ ക്വാളിറ്റീസാണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് നോക്കാം. അതിനായിട്ട് CFും അതുപോലെ തന്നെ SS ഒക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നത്. അവർക്ക് എന്തൊക്കെ സ്കില്ല് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കില്ലല്ല, എന്തൊക്കെ ക്വാളിറ്റീസാണ് അല്ലെങ്കിൽ എന്തൊക്കെ എബിലിറ്റീസാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റാക്കിംഗ് അവയർനെസ് തന്നെയാണ് അവർക്ക് മെയിനായിട്ട് ഞാൻ പറയുന്നത്. അറ്റാക്കിംഗ് അവയർനെസ് കൊണ്ടാണ് പ്ലെയർ കൃത്യമായിട്ട് നമ്മൾ ത്രൂ ബോൾ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ പാസും കാര്യങ്ങൾ കൊടുക്കുന്ന ടൈമിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് അവിടെ വന്നിട്ട് ഗോൾ അടിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഫിനിഷിംഗ് ക്വാളിറ്റിയും കാര്യങ്ങൾ കിട്ടുന്നത് മെയിൻലി അറ്റാക്കിംഗ് അവയർനെസ് കൊണ്ടാണ്. നമുക്ക് വെറും ഫിനിഷിംഗ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. ആ ഒരു പ്ലെയർ ഫിനിഷ് ചെയ്യാൻ ആ ഒരു പ്ലേസിൽ എത്തണം എന്നുണ്ടെങ്കിൽ അവയർനെസ് ഉണ്ടാവണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം സ്പീഡ് ആൻഡ് ആക്സിലറേഷൻ തന്നെയാണ്. സ്പീഡ് ആൻഡ് ആക്സിലറേഷൻ മസ്റ്റാണ് നമ്മുടെ ഫോർവേഡ് പ്ലേസിന്. ഈ റൂമിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സ്പീഡ് 99, അതുപോലെ തന്നെ ആക്സിലറേഷൻ 98 കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അറ്റാക്കിംഗ് അവയർനെസ് പ്ലസ് ഈ ഒരു സ്പീഡിൻ്റെ ആനുകൂല്യം കൂടി ഒരു പ്ലെയർക്ക് കിട്ടുമ്പോൾ കൃത്യമായിട്ട് അവെയർ ചെയ്തിട്ട് ആ ഒരു പ്ലേസിൽ പെട്ടെന്ന് തന്നെ എത്താനുള്ള ഒരു ക്വാളിറ്റി ആ ഒരു പ്ലെയർ കാണിക്കും എന്നുള്ളതാണ്. പിന്നെയുള്ള കാര്യം ഉറപ്പായിട്ടും ആ ഒരു പ്ലെയർക്ക് ഫിനിഷിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന എല്ലാ ബോളും ഫിനിഷ് ആവാനുള്ള ഭൂരിഭാഗം ബോൾസും ഫിനിഷ് ചെയ്യാനുള്ളൊരു ചാൻസും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ മെയിൻലി നമ്മുടെ ഈ ഒരു 2025 അപ്ഡേറ്റ് പ്രകാരം ഈ ഒരു CF കളിക്കുന്ന പ്ലേയേഴ്സിന് മെയിൻലി നമ്മൾ ഡിഫൻസീവ് പ്ലേയേഴ്സിനാണ് ഈ പറയുന്ന ഫിസിക്കൽ കോൺടാക്ട് കൂടുതലായിട്ടും വേണ്ടെന്ന് പറയുമെങ്കിലും ഈ വർഷത്തെ അപ്ഡേഷനിൽ തീർച്ചയായിട്ടും CFനും നല്ല രീതിയിൽ ഈ ഫിസിക്കൽ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഓപ്പോണൻറ്റിൻ്റെ CFൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ കൈവച്ചിട്ട് ഷീൽഡ് ചെയ്തിട്ട് നമുക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പ്ലേയേഴ്സിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ വിങ്ങേഴ്സ് തന്നെയാണ്. വിങ്ങേഴ്സിൽ വരുന്നത് ഇതിലിപ്പം ഈ ഒരു ഇതിൽ വിങ്ങറില്ല. സോ നമുക്ക് വിങ്ങറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ട ഒരു ക്വാളിറ്റി സ്പീഡ് തന്നെയാണ്. സ്പീഡ് നോക്കാം, നമുക്ക് വിനീഷിനെ വെച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. സ്പീഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലെയറിന് 93 സ്പീഡും ആക്സിലറേഷനും 93 തന്നെ കിട്ടുന്നുണ്ട്. സോ നല്ല രീതിയിൽ സ്പീഡാണ് വിങ്ങേഴ്സിന് വേണ്ടത്. അതുപോലെ തന്നെ ഡ്രിബ്ലിംഗ് ക്വാളിറ്റിയും ഈ ഒരു പ്ലെയറിൻ്റെ ഡ്രിബ്ലിംഗ് ക്വാളിറ്റി നോക്കി കഴിഞ്ഞാൽ ബോൾ കൺട്രോൾ 93, 96, 90 ഒക്കെ കിട്ടുന്ന ടൈപ്പ് പൊസിഷനൊക്കെ കിട്ടുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഡ്രിബിളും അതുപോലെ തന്നെ സ്പീഡുമാണ് മെയിൻലി നമുക്ക് ഈ പറയുന്ന വിങ്ങേഴ്സിന് വേണ്ടത് എന്നുള്ളതാണ്. സോ പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലേയേഴ്സിന്, വിങ്ങിൽ കളിക്കുന്ന പ്ലേയേഴ്സിന് നല്ല പാസിംഗ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ത്രൂ ബോളും അതുപോലെ തന്നെ ക്രോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ വിങ്ങിൽ നിങ്ങൾ ഇടുന്നത് റോമിംഗ് ഫ്ലാങ്കിനെ ആണെങ്കിൽ ആ ഒരു റോമിംഗ് ഫ്ലാങ്ക് കളിക്കുന്ന പ്ലേയേഴ്സിന് അത്യാവശ്യം ഫിനിഷിംഗ് സ്കില്ല് നമുക്ക് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ബെനിഫിറ്റ് ആണ് എന്നുള്ളതാണ്. സോ നമുക്ക് നേരെ നമ്മുടെ അടുത്ത കാറ്റഗറിയിലേക്ക് പോകാം. അതിന് മുന്നേ CFന് പറയാൻ വിട്ടുപോയ ഒരു എബിലിറ്റിയാണ്. ഓട്ടോമാറ്റിക്കലി സ്പീഡ് കൂടുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ കിക്കിംഗ് പവറും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആകുന്നുണ്ട്. സോ അതാണ് പറയാൻ വിട്ടുപോയത്. തീർച്ചയായിട്ടും CF കളിക്കുന്ന പ്ലേയേഴ്സിന് കിക്കിംഗ് പവർ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. പിന്നീടുള്ള ഒരു ഇതാണ് നമ്മുടെ മിഡിൽ കളിക്കുന്ന പ്ലേയേഴ്സ്. മിഡ് എന്ന് പറയുന്ന ടൈമിൽ CMFും അതുപോലെ തന്നെ AMF, ഇവർക്ക് വേണ്ട മെയിൻ എബിലിറ്റി നോക്കുകയാണെങ്കിൽ ഡ്രിബിളിംഗ് തന്നെയാണ്. നല്ല രീതിയിൽ ഡ്രിബിൾ ചെയ്യാനും അതുപോലെ തന്നെ പാസിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കാനും കൃത്യമായിട്ടുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു മിഡ് ഏരിയയും കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മെയിൻലി ഡ്രിബിളിങ്ങും അതുപോലെ തന്നെ പാസിങ്ങും അത്യാവശ്യം സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല ബെനിഫിറ്റ് ആണ് ഗെയിമിൽ കിട്ടുന്നത്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മിഡിൽ കളിക്കുന്ന പ്ലേയേഴ്സിന് കൂടുതലായിട്ടും കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ DMF ആണ്. മിഡിൽ തന്നെ വരുന്നതാണ്. സോ ഈ ഡിഫൻസീവ് ആയിട്ടുള്ള മിഡ്ഫീൽഡർ പറയുന്നതാണ് DMF. സോ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് എക്സാമ്പിളായിട്ട് സിൽവേനെ എടുക്കാം. സിൽവയ്ക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ പറയുന്ന ഡ്രിബിളിങ്ങും പാസും കാര്യങ്ങളൊക്കെ കുറവാണെങ്കിലും അത്യാവശ്യം ഡിഫൻസീവ് അവയർനെസ് 99 ഉണ്ട്. സോ ഗൈസ്, നമുക്ക് DMFന് വേണ്ട ഏറ്റവും വലിയ എബിലിറ്റിയാണ് ഡിഫൻസീവ് അവയർനെസ്സും അതുപോലെ തന്നെ സ്പീഡും കാര്യങ്ങളൊക്കെ. ഈ ഒരു രണ്ട് എബിലിറ്റി അവർക്ക് കൂടുതലായിട്ട് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അവർ ഗെയിമിൽ പെർഫോം ചെയ്യും എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഫിസിക്കൽ കോൺടാക്റ്റും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡിഫൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലെയർ ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നത് ഡിഫൻസീവ് പ്ലേയേഴ്സ് ആണ്. അതിൽ പെടുന്നതാണ് നമ്മുടെ CBയും RBയും ഒക്കെ. അവർക്ക് വേണ്ടത് ഈ ഒരു DMFന് പറഞ്ഞ പോലെ തന്നെയാണ് ഡിഫൻസീവ് അവയർനെസ്സും സ്പീഡും ഫിസിക്കൽ കോൺടാക്റ്റും തന്നെയാണ് ഇവർക്കും വേണ്ടത്. ഇതൊക്കെ DMFും അതുപോലെ തന്നെ CBസും ഒക്കെ ഞാൻ ഒരു കാറ്റഗറി തന്നെയാണ് പെടുത്തുന്നത്. ഡിഫൻസീവ് പ്ലേയേഴ്സ് ആണ്. ഇവർക്ക് മെയിൻലി വേണ്ടത് ഈ പറയുന്ന അറ്റാക്കിംഗ് അവയർനെസ് അതുപോലെ തന്നെ ടാക്ലിംഗ്, അഗ്രഷൻ, ഡിഫൻസീവ് എൻഗേജ്മെന്റ്, ഇതൊക്കെ ഒരു അണ്ടറിൽ നമുക്ക് പ്രോഗ്രഷൻ പോയിന്റ് സെറ്റ് ചെയ്യുന്നവർക്കറിയാം ഒരു കാറ്റഗറിയിൽ പെടുന്നത് തന്നെയാണ്. സോ ഇത് ഇൻക്രീസ് ആവുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു എല്ലാ എബിലിറ്റീസും ഡിഫൻസീവ് അവയർനെസ് അതുപോലെ തന്നെ ടാക്ലിംഗ്, അഗ്രഷൻ, എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കൂടും എന്നതാണ്. നമ്മൾ ഫോർവേഡ് പ്ലേയേഴ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഡിഫൻസീവ് അവയർനെസ്സും
പ്ലേസ് എത്രയും പെട്ടെന്ന് ഡിഫൻസീവിലേക്ക് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഒരു അറ്റാക്ക് വരുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കുന്നു ഇതൊരു അറ്റാക്കാണ്, പെട്ടെന്ന് തന്നെ അവിടെ എത്തണം, ബ്ലോക്ക് ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നമ്മുടെ രണ്ടാമത്തെ കാര്യം പറഞ്ഞ പോലെ തന്നെ സ്പീഡും ആക്സലറേഷനും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കവിടെ മനസ്സിലാക്കിയ ആ ഒരു സ്ഥലത്ത് ആ ഒരു പ്ലെയർക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ കോൺടാക്ട്, ഈ ഒരു ഫിസിക്കൽ കോൺടാക്റ്റിൻ്റെ തീർച്ചയായിട്ടും പ്ലെയറെ ബോഡി പുഷും കാര്യങ്ങളൊക്കെ ഷോൾഡറൊക്കെ ചെയ്തിട്ട് ബീറ്റും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് പോകാം. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ LBയും RBയും തന്നെയാണ്. LBയും RBയും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് LBക്കും RBക്കും സ്പീഡ് തന്നെയാണ്. നല്ല രീതിയിൽ സ്പീഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസും കാര്യങ്ങളും, ഇപ്പം കുറച്ച് കുട്ടികൾക്ക് 89 ആണ് ഞാൻ പ്രോഗ്രഷൻ പോയിന്റ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഡിഫൻസീവ് അവയർനെസ്സും നല്ല രീതിയിൽ, ഡിഫൻസീവ് അവയർനെസ് 96 കാണാം, എൻഗേജ്മെൻറ്റ് പറയുന്ന 100 ഉണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ പാസിങ്ങിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 84 ലോഫ്റ്റഡിനും അതുപോലെ ലോ പാസിനും 84 കാണുന്നുണ്ട്. വിങ്ങിലൂടെ തന്നെ നല്ല രീതിയിലുള്ള പാസിങ് കാര്യങ്ങളൊക്കെ, കൗണ്ടർ അറ്റാക്കിങ് ചെയ്യുന്ന ടൈമിൽ നല്ല രീതിയിലുള്ള പാസിങ് കാര്യങ്ങളൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് വിങ്ങിലാണ്. വിങ്ങിൽ RBയും LBയും നല്ല രീതിയിൽ പാസിങ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗെയിമിൽ നല്ല ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നെക്സ്റ്റ് പറയാനുള്ളത് അവസാനത്തെ ഒരു കാറ്റഗറിയാണ് ഗോൾ കീപ്പർ തന്നെയാണ്. ഗോൾ കീപ്പർക്ക് മെയിൻലി വേണ്ട ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പർ അവയർനെസ് തന്നെയാണ്. ഈ പറയുന്ന അവയർനെസ്, അറ്റാക്കിംഗ് അവയർനെസ്സും ഡിഫൻസീവ് അവയർനെസ്സും പോലെ തന്നെയാണ് ഗോൾ കീപ്പർക്ക് ഒരു ഷോട്ട് വരുന്നു അല്ലെങ്കിൽ ഒരു പ്ലെയർ ഇത് കൺവേർട്ട് ചെയ്യുമെന്നുള്ള ഒരു ഫസ്റ്റുള്ള ഒരു തോട്ടാണ്, അല്ലെങ്കിൽ ഇനീഷ്യൽ ആ ഒരു എന്താ പറയുക നമുക്ക് പെട്ടെന്നുള്ള ഒരു റിയാക്ഷനാണ് അവയർനെസ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എത്രത്തോളം അവയർനെസ് ഉണ്ടോ അത്രത്തോളം പ്ലെയർ ക്വിക്കായിട്ട് റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ മനസ്സിലാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവയർനെസ്സും കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് അവയർനെസ് കഴിഞ്ഞാൽ ഗോൾ കീപ്പർക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് വേണം തോന്നിയിരിക്കുന്നത് ഈ റിഫ്ലക്സ് ആണ്. നല്ല അവയർനെസ് ഉണ്ടെങ്കിലും റിഫ്ലക്സ് റേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അതിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചാടാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ റിഫ്ലക്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഗെയിമിൽ കിട്ടും. അതുപോലെ തന്നെ ജമ്പിൻ്റെ കാര്യം, കുറച്ച് ഷോർട്ടായിട്ടുള്ള ഗോളിയാണെങ്കിൽ നല്ല രീതിയിൽ ജമ്പിങ് കൊടുക്കുന്നതാണ്. ഇപ്പം ഐക്കറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഷോർട്ടാണ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഗോൾ കീപ്പറെ നോക്കുകയാണെങ്കിൽ ഷോർട്ടാണ്. സോ അതുകൊണ്ട് തന്നെ 95 ഞാൻ ജമ്പിങ് കൊടുത്തിട്ടുണ്ട്. നല്ല കിടു പെർഫോമൻസ് ആണ്. ഈ രീതിയിൽ, ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്ലേയേഴ്സിനെ ട്രെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗെയിമിൽ കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യാതൊരു കാരണവശാലും പ്രോഗ്രഷൻ പോയിന്റ് തേടി എവിടെയും നടക്കേണ്ടതില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പ്ലേയേഴ്സിനെ പ്രോഗ്രഷൻ പോയിന്റ് സെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ പ്ലേയേഴ്സിനെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുക, നല്ല രീതിയിൽ കളിക്കുക. സോ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.